എപ്പോ വന്നു? കുറെ സമയായി. ചേട്ടന്റെ ചാനലിൽ ഞാൻ കാണാറുണ്ട്. സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാംസ് ആണ്. ഓ എന്ത് കൊടുത്തു അയാൾക്ക്? ഓ, അവക്ക് അങ്ങനെ ആഹാരമൊന്നും വേണ്ട. ഇരിക്കുന്ന കോലം കണ്ടില്ലേ? ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ആ, വിഷയം അവതരിപ്പിക്കുക ചേച്ചി. നീയും വാ. അയ്യോ ഞാനില്ല, ചേച്ചി പറഞ്ഞാ മതി. ഞാനോ? അത് മതി. ചെല്ല് ചേച്ചി പ്ലീസ്. ചെല്ല്. നിരഞ്ജന്റെ അഭിപ്രായം അറിയാനായിട്ട് വെയിറ്റ് ചെയ്യണവൾ. ഞാൻ എന്ത് ആറ്റിറ്റ്യൂഡ് എടുക്കണമെന്നാ തന്റെ അഭിപ്രായം? അതിപ്പോ എങ്ങനെയെങ്കിലും ഈ വിഷയം ഹാൻഡിൽ ചെയ്യണം. അപ്പാവും അമ്മയും അറിയാതെ വീടിന്റെ പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോന്നിരിക്കുക ദീപ. വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. വിവരങ്ങളൊക്കെ പ്രിയ പറഞ്ഞു. എനിക്കറിയേണ്ടത് ഒരു കാര്യം മാത്രം. തന്റെ നിലപാട് ശരിയാണോ? അതെ. മാറ്റമില്ലല്ലോ? ഇല്ല. എങ്കിൽ നമുക്ക് സംസാരിക്കാം അപ്പയുമായിട്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ അപ്പയുമായിട്ട് ഇക്കാര്യം സംസാരിക്കാന്ന്. പക്ഷെ നിരഞ്ജൻ വിളിച്ചാൽ അപ്പൊ ഫോൺ എടുക്കില്ലല്ലോ. ഫോണിലല്ല, നേരിട്ട് പോയി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിരഞ്ജൻ? യെസ്. പ്രിയയുടെ വീട്ടിൽ എനിക്ക് വിലക്കൊന്നും ഏർപ്പെടുത്തിട്ടില്ലല്ലോ. ചിലപ്പോ കാണുമ്പോ ഗേറ്റൗട്ട് അടിക്കുമായിരിക്കും. സാരമില്ല, നിങ്ങളുടെ അപ്പായെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. ഒന്നുമില്ലെങ്കിൽ എന്റെ ഫാദറിലോ അല്ലേ. താൻ ധൈര്യമായിട്ടിരിക്കും. ആരാച്ചാർ. ആരാച്ചാരല്ല, നിരഞ്ജനാണ്. മുഖവര കൂടാതെ പറയാം. ദീപാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടൊരു മാറ്റർ സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നത്. അതിന് നിങ്ങൾ ആര് എന്നൊരു ചോദ്യം പ്രിയയുടെ അപ്പാടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയ, ദീപ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ദീപ? അതെ.
പിന്നെ അവൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണെന്ന് ശാരദ പറഞ്ഞതോ? അപ്പൊ അമ്മയും മക്കളും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നല്ലേ? അയ്യോ അല്ല, ദീപ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചത്. ആ അതുപോട്ടെ, ഞാൻ വന്നിട്ട് ഒന്ന് ഇരിക്കാനോ പറഞ്ഞില്ല. ഒരു ചായ കിട്ടിയാ കൊള്ളാം. പാലില്ല. ബ്ലാക്ക് ടീ ആയാലും മതി. തേയിലപ്പൊടിയും പഞ്ചസാരയും കാണുമല്ലോ. വന്ന കാര്യം പറയാം. ദീപയ്ക്ക് ഒരിഷ്ടമുണ്ട്. അത് നമ്മൾ നടത്തി കൊടുക്കണം. പണ്ട് നിങ്ങൾ ഈ മുറ്റത്ത് വന്നത് എന്റെ മൂത്ത മകളെ അപഹരിച്ചു കൊണ്ടുപോകാനാ. ഇപ്പോഴീ അയ്യർ മഠത്തിൽ കയറി വന്നിട്ട് പറയുന്നു ഇളയ മകളെ തന്നിഷ്ടത്തിന് വിട്ടയക്കണമെന്ന്. അന്ന് ഞാൻ ഈ കുടുംബത്തിന് അന്യനായ ഒരാൾ മാത്രമായിരുന്നു. ഇന്ന് ഇവിടുത്തെ മൂത്തയാളുടെ ഭർത്താവാണ്. അതായത് മൂത്ത മകന്റെ സ്ഥാനത്ത്. എങ്ങനെ അങ്ങനൊരു സ്ഥാനം കൽപ്പിച്ചു തന്നിട്ടില്ല എന്ന് പ്രിയയുടെ അപ്പായിക്ക് പറയാം. സ്വയം കയറിയിരുന്നിട്ടായാലും ആ സ്ഥാനമാണ് എനിക്കുള്ളത്. അതൊരു ഫാക്റ്റാണ്. മിസ്റ്റർ നിരഞ്ജൻ, പിന്നെ നിങ്ങൾ അന്ന് എന്നോടും ഈ കുടുംബത്തോടും ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റായിരുന്നു എന്ന് തോന്നുന്നില്ല. തോന്നും. മക്കള് 3 പേരല്ലേ, അവരൊന്ന് വളർന്നോട്ടെ. അവരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നിൽക്കേണ്ടി വരുമ്പോ എന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. എന്താ ബെറ്റുണ്ടോ? ഒരു പന്തയത്തിന് ഞാനില്ല. പ്രിയയുടെ അപ്പ പറയുന്നത് സംഭവിച്ചേക്കാം. ഇപ്പോഴെന്തിനാ ഇങ്ങനൊരു തർക്കം? നിരഞ്ജനെങ്കിലും ഒന്ന് അടങ്ങ്. ദീപയുടെ കാര്യം എന്താണ് അത് പറയേ. അവൾ സ്നേഹിക്കുന്ന ആളുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ വീണ്ടും തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ദേവി, ഇത് പ്രാക്ടിക്കലായിട്ട് ആലോചിക്കണം. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പൊ നഷ്ടം ആർക്കാ? തോൽക്കുന്നതാരാണ്? ഇപ്പോ ദീപ ചേച്ചിയുടെ അടുത്തേക്കാണ് വന്നത്. ഇനിയൊരിക്കൽ അവൾ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാനും പറ്റില്ല. ടിവിയിലും പത്രത്തിലും വരുന്ന ചില വാർത്തകൾ ശ്രദ്ധിക്കാറില്ലേ? ദൈവമേ, പ്രിയയുടെ അപ്പയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പിടിവാശികളെയല്ല, മക്കളെയാ. അവരുടെ ജീവിതമായിരിക്കണം നമുക്ക് വലുത്. ഒരു നിമിഷം കൊണ്ട് മറുപടി പറയാവുന്ന വിഷയമല്ല ഇത്. എന്നോട് നിലപാട് വ്യക്തമാക്കണമെന്നില്ല. എന്തായാലും ഞാൻ തിരിച്ചു ചെന്ന് ദീപയോട് പറയാൻ പോകുന്നത് ആലോചിച്ച കല്യാണം തൽക്കാലം നടത്തുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ദീപ ഇങ്ങോട്ട് മടങ്ങി വരികയുള്ളൂ. ബാക്കി ഇവിടെ തീരുമാനിച്ചോളൂ. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ കൂടെ ഓർത്താൽ നന്നായിരിക്കും. ഞാൻ വന്നതും ഇത്രയും സംസാരിച്ചതും എനിക്ക് ജയിക്കാനോ ആളാവാനോ വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയാ.
അപ്പൊ ശരി. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ നിനക്കിപ്പോ? ഇല്ല ചേച്ചി, ഒരിക്കലും അങ്ങനെ തോന്നില്ല. കുട്ടികളെവിടെ? ഉറങ്ങിയോ? ഇല്ല, ഹോംവർക്ക് ചെയ്യാ. അവരിന്ന് ദീപയുടെ കൂടി ഉറങ്ങുന്നുള്ളൂന്ന്. പോയിട്ട് എന്തായി നിരഞ്ജൻ? അപ്പ എന്ത് പറഞ്ഞു? അപ്പ അധികമൊന്നും പറഞ്ഞില്ല. സംസാരിച്ച അത്രയും ഞാനാ. എന്നിട്ട് പറയ. നടക്കില്ല. എന്നുവെച്ചാ ക്ലിയറായി പറയും നിരഞ്ജൻ. ആലോചനയിലുള്ള മാരേജ് നടക്കില്ല എന്ന്. പെർമനന്റ് ജോബ് എന്നല്ലേ ദീപയുടെ ആവശ്യം? ആവട്ടെ, എന്നിട്ടാവാം കല്യാണം. അപ്പ സമ്മതിച്ചോ? സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഡിസിഷൻ. ഓക്കെ? താങ്ക് യു പ്രിയേച്ചി. താങ്ക്സ് അലോട്ട്. വാ. ദീപയോട് പറഞ്ഞതിനപ്പുറം വീട്ടിൽ നാടകീയ സംഭവം വല്ലതുണ്ടായോ? ഞാൻ സാക്ഷാൽ ശ്രീനിവാസ് അയ്യർ അവറുകളെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കാര്യം പറയണമല്ലോ, ഹീസ് ജെനുവിൻ. അപ്പൊ എന്റെ അമ്മയോ? എല്ലാ അമ്മമാരെയും പോലൊരു അമ്മ. മക്കളോട് സ്നേഹമാണ്. ഭർത്താവിനെ പണക്കാനും വയ്യ. രണ്ട് കൂട്ടർക്കും ഇടയിൽ മിക്ക അമ്മമാരുടെ സങ്കടങ്ങൾ ആരും കാണാറില്ല. നാളെ ദീപ വീട്ടിൽ ചെല്ലുമ്പോ എന്താവൂന്ന് എനിക്ക് ടെൻഷനുണ്ട്. അപ്പൊ വയലന്റ് ആവോ എന്തോ? സാധ്യതയില്ല. എനിവേ നോക്കാം. അപ്പോ ഒരാവശ്യം വന്നാ ഭാര്യ വീട്ടിൽ പോവും? ഭാര്യ വീട്ടിൽ ഞാൻ പോവും. ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടെന്നാണ് അറിയേണ്ടത്. മടിയുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ചെറിയ പേടി. ഒന്നും ഉണ്ടാവില്ലടോ. കുട്ടികളെ 3 പേരെയും കൊണ്ട് ഒരു ദിവസം താൻ അങ്ങോട്ട് ചെന്നേ. നിങ്ങളെ ദൂരെ കാണുമ്പോഴേ തന്റെ അപ്പ ഗേറ്റിലേക്ക് ഒരു വരവ് വരും. നിങ്ങൾക്ക് മുമ്പിൽ ഗേറ്റ് അടയ്ക്കാനാണെന്ന് തോന്നും. പക്ഷെ ഗേറ്റ് തുറന്നിട്ട് കേറിവാടാ മക്കളെന്ന് ഒരു ഡയലോഗ് ആയിരിക്കും പറയുക. പോണം ഒരിക്കൽ. അതെ, ആ നിന്നെ ആ ചുരിദാർ എന്തിനെടുത്തത്? ചുരിദാറോ? അതെ, ദേവികയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നില്ലേ? നിരഞ്ജനെ ഏൽപ്പിച്ചപ്പോ ഞാൻ കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. എന്നിട്ട് ദേവിക വന്ന് നിന്നപ്പോ ചമ്മിയത് ഞാനാ.
എന്തായാലും അയാളെ കാണും. എന്നാ പിന്നെ കൊടുത്തേക്കാന്ന് വെച്ചു. പക്ഷേ അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. ദേവിക ഡിസൈൻ ചെയ്ത പ്രോഗ്രാമിന് സ്റ്റേറ്റ് അവാർഡുണ്ട്. ആണോ? ആ സ്ഥിതിക്ക് ഒരു അഭിനന്ദനമായത് കൊടുക്കാൻ പറ്റി. ദാറ്റ്സ് ഗുഡ്. ആ അവാർഡ് ഫംഗ്ഷന് നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? തനിക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? എന്താ സൗകര്യം? പോവാം. എവിടെ വെച്ച ഫംഗ്ഷൻ? തിരുവനന്തപുരത്ത്. എങ്കിൽ പോവാം. കൊറേയായി തിരുവനന്തപുരത്ത് പോയിട്ട്. പിള്ളേർക്ക് സന്തോഷാവും. ഞങ്ങൾ റെഡി. അതെ, ഞാൻ കാല് പിടിച്ച് പറയാം. പ്രശ്നം ഉണ്ടാക്കല്ലേ. ദൈവത്തെ ഓർത്ത് ഇനിയും വഴക്കുണ്ടാക്കരുത്. നിൽക്ക്. നിനക്കറിയോ, ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുന്നതായിട്ട് നടിച്ച് നേരം വെളുപ്പിച്ചു. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ദീപ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോയതിലല്ല, നീ പ്രിയയുടെ അടുത്തേക്ക് പോയതാണ് എനിക്ക് തോൽവിയായത്. സാരമില്ല. മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ ഫുൾഫിൽ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നത് പഴയ പാഠം. മക്കളെ സ്വപ്നം കാണാൻ വിടണം. അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കണം. ഇതാണ് പുതിയ പാഠം. ഇറ്റ്സ് ഓക്കെ. ചെന്ന് ഫ്രഷ് ആവ്. വാ. വെളിച്ചപ്പാടിനെ പോലെ തുള്ളുവെങ്കിലും അപ്പായുടെ ഉള്ളിൽ നിറയെ സ്നേഹ. അത് മനസ്സിലാക്കിയോളാ ഞാൻ. നീ പ്രിയയുടെ അടുത്തേക്ക് പോയത് ക്ഷീണ എന്നല്ലേ പറഞ്ഞത്? അത് വെറുതെയാ. ചേച്ചിയുടെ അടുത്തേക്ക് എന്നെ ചെന്നതാണ് അദ്ദേഹത്തിന് ആശ്വാസമായത്. പക്ഷെ ഇങ്ങനെ പറയൂ, അതാണപ്പ. അപ്പ എനിക്ക് 2 തല്ല് തന്നിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് പക്ഷെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. അത് സാരമില്ല. പ്രിയ കുഞ്ഞുങ്ങൾ എന്തു പറയുന്നു? നന്നായിരിക്കുന്നു. ഇളയവനാണ് സ്മാർട്ട്. ചക്കര. ഞാൻ ഇറങ്ങിയപ്പോ അവിടെ ഇല്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ കൂടെ വന്നേനെ. അതല്ല അമ്മ രസം. മുത്തച്ഛൻ വലിയ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോ ചെവിക്ക് നല്ല പിച്ച് കൊടുക്കണമെന്നായി അവൻ. അവിടെ ഇപ്പോ മറ്റൊരു കുട്ടിയും കൂടെ ഉണ്ട്. അതാരാണ്? ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ദേവികയുടെ കുട്ടിയാ. ആ മോൻ എന്ത് പ്രായമുണ്ട്? മോനല്ല, പെൺകുട്ടിയാ. 6-7 വയസ്സ് വരും. അവര് തിരുവനന്തപുരത്തുകാരാ. ഹസ്ബൻഡുമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രിയേച്ചനോടൊന്നും പറഞ്ഞില്ല.
ഞാൻ ഊഹിച്ചതാ. ചേച്ചിക്ക് ആ കുട്ടിയോടും അതിന്റെ അമ്മയോടും വലിയ കാര്യാ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലമ്മ. പ്രാർത്ഥന ചെറിയ കുട്ടിയാ. നാളെ അവൾ വളർന്ന് വലിയ കുട്ടിയാവും. അതിന്റെ അമ്മയ്ക്ക് ജോലിയുണ്ടല്ലോ. പിന്നെന്തിനാ ആ കൊച്ചിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുന്നത്? ചില പ്രശ്നങ്ങളുണ്ടമ്മ. അതിപ്പോ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ദീപയുടെ സ്ഥാനത്താ ഞാൻ ദേവികയെ കാണുന്നത്. അതിപ്പോ നാളെ എന്ത് വിഷയമാണ് ഉണ്ടാവുന്നതെന്ന് അറിയാൻ പറ്റില്ല പ്രിയേ. Yeah.